ദീപക്, ആ, ഗുഡ് മോർണിംഗ്. ദീപക്, കോഴിക്കോട് ജില്ലയിൽ മഴയുടെ അവസ്ഥ എന്താണ്? മഴക്കെടുതികളുടെ വാർത്തകൾ വരുന്നുണ്ടോ? കോഴിക്കോട് പട്ടണത്തിൽ മഴയുണ്ടോ? എസ് കെ എൻ കോഴിക്കോട് നഗരത്തിൽ ഇപ്പോൾ മഴയുണ്ട്. പൊതുവിൽ കോഴിക്കോട് തുടർച്ചയായ മഴയാണ്. അത് ജനങ്ങളിൽ ചെറിയ തോതിൽ ആശങ്ക ഇടയാക്കിയിട്ടുണ്ട്. കാരണം മുൻകാലങ്ങളിലെ പ്രളയത്തിൻ്റെ ഒരു സമാനമായ മഴയിലേക്ക് പോകുമോ എന്നുള്ളതാണ് ആശങ്ക. കാരണം ചാലിയാറിലേക്ക് ജലനിരപ്പ് ഉയരുന്നു. അതുപോലെ തന്നെ ബാക്കി പുഴകളെല്ലാം തന്നെ പൂനൂർ പുഴ ആയിക്കഴിഞ്ഞാലും ഇരുവരിഞ്ഞി പുഴ ആയിക്കഴിഞ്ഞാലും എല്ലാം തന്നെ ജലനിരപ്പ് ഉയരുകയാണ്. മാത്രവുമല്ല, മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനത്തിന് പോകാൻ പറ്റാത്ത സാഹചര്യം. കാരണം മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, വയനാട് ഇത്രയും ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. വയനാട്, കോഴിക്കോട് ജില്ലകളിൽ വലിയ രീതിയിലുള്ള മഴയുടെ സാധ്യത കൂടുതലാണ് എന്നുള്ള മുന്നറിയിപ്പുണ്ട്. മാത്രമല്ല, മലയോര മേഖലയിൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. തീരദേശത്ത് ജാഗ്രത വേണം. ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ്, കള്ളക്കടൽ പ്രതിഭാസം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതും അതുപോലെ തന്നെ ഒരു ന്യൂനമർദ്ദ പാത്തി കേരളം മുതൽ ഗുജറാത്ത് വരെയുള്ള തീരത്തിനിടയിൽ ഉണ്ടെന്നുമുള്ള അറിയിപ്പ് വന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ചും തീരപ്രദേശത്ത് താമസിക്കുന്നവർ ജാഗ്രത വേണം. മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല. മാത്രവുമല്ല, എസ് കെ എൻ ഈ നഗരത്തിലെ കനാലുകളെല്ലാം തന്നെ വലിയ രീതിയിൽ ജലനിരപ്പ് ഉയരുന്ന കാഴ്ചയാണ്. ഞാനിപ്പോഴുള്ളത് കോഴിക്കോട് നഗരത്തിലെ കനോലി കനാൽ പരിസരത്താണ്. നമ്മുടെ ക്യാമറാമാൻ രാജേഷ് വള്ളരിക്കൊണ്ട് ഒന്ന് പാൻ ചെയ്യുമ്പോൾ കാണാം എസ് കെ എൻ, ജലനിരപ്പ് ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. ഇനിയും ശക്തമായ മഴ തുടർന്നാൽ ഈ ജലനിരപ്പ് റോഡിലേക്ക് സമാനമായ രീതിയിലേക്ക്, അതായത് മുൻകാല പ്രളയകാലത്തുണ്ടായതുപോലെ ഈ വെള്ളം കയറുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും. പക്ഷേ എന്നാൽ മഴയൊന്ന് ഇന്ന് കുറയുന്നു എന്നുള്ള രീതിയിലാണ് രാവിലത്തെ അവസ്ഥ. കാരണം ചെറിയ മഴയാണ്. മഴയുടെ തോത് ശക്തിയില്ലാത്ത രീതിയിലാണ് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ മാത്രമാണ് ഒരു ആശ്വാസമുള്ളത്. ഏതായാലും ശക്തമായ മഴ പെയ്യുകയാണെങ്കിൽ ചാലിയാർ മുതൽ കനോലിക്കനാൽ വരെയുള്ള ജലനിരപ്പ് ഉയരുകയും അത് കരയിലേക്ക് വെള്ളം അടിച്ചു കയറുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. കക്കയം ഡാമിൻ്റെ പരിസരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. കക്കയത്തിൻ്റെ ഷട്ടർ ഉയർത്തിയിട്ടില്ല. പക്ഷേ കൂടുതൽ മഴ പെയ്യുകയാണെങ്കിൽ ഷട്ടർ ഉയർത്തേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും എസ് കെ എൻ. ഓക്കെ, താങ്ക് യു ദീപക് ധർമ്മടം. കോഴിക്കോട് നിന്നാണ് ദീപക് നമുക്കൊപ്പം ചേർന്നത്.